നമ്മുടെ മെന്റർഷിപ്പിന്റെ കേസിൽ ഒരുപാട് ആളുകൾക്കുള്ള ഡൗട്ടാണ്. ഒറ്റ സ്ട്രാറ്റജി ആണോ ചെയ്യുന്നത്, ഒറ്റ സ്ട്രാറ്റജിയിലാണോ ഫോക്കസ് ചെയ്യുന്നത്, മാർക്കറ്റ് കണ്ടീഷൻ മാറി വരുന്നതനുസരിച്ച് പല പല സ്ട്രാറ്റജീസ് യൂസ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഗോൾഡ് സ്ട്രാറ്റജി നമുക്ക് ബിറ്റ് കോയിനിൽ വർക്ക് ചെയ്യുമോ, കറൻസിയിൽ വർക്ക് ചെയ്യുമോ? അപ്പോൾ അതിനൊരു ക്ലാരിറ്റി ഞാൻ തരാം. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ക്വസ്റ്റ്യൻ ഉള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ കയ്യിൽ ഒരു സ്ട്രാറ്റജി ഉണ്ട്, X or Y, ഓക്കെ, അല്ലെങ്കിൽ നമ്മളെ ഗോൾഡിന്റെ സ്ട്രാറ്റജി നിങ്ങൾ പഠിച്ചു. അപ്പോൾ ഗോൾഡിന്റെ മെത്തേഡ് ഗോൾഡിൽ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, നല്ല റിസൾട്ട്സ് തരുന്നുണ്ട്, ഓക്കെ, അതായത് നിങ്ങൾക്ക് മന്ത്ലി നല്ല പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്നുണ്ട്, അത് പ്രോപ്പറായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് എല്ലാം വന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് എന്തിനാണ് നിങ്ങൾ മറ്റൊരു മെത്തേഡിലോട്ട് പോകുന്നത്, അതായത് മറ്റൊരു സ്ട്രാറ്റജി എന്നുള്ള ഉദ്ദേശിച്ച് മറ്റൊരു പെയറിലോട്ട് ഈ ഒരു സ്ട്രാറ്റജി കൊണ്ട് അപ്ലൈ ചെയ്യാൻ പോകുന്നത്, ബിറ്റ് കോയിനിലോട്ട് എന്തിനാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്? കാരണം ഓൾറെഡി നമ്മുടെ കയ്യിൽ വിൻ റേറ്റ് ഉള്ള ഒരു കാര്യമുണ്ട്, നമുക്ക് അതിൽ നിന്ന് പൈസ കിട്ടുന്നുണ്ട്. എൻഡ് ഓഫ് ദ ഡേ പൈസ കിട്ടുക എന്നുള്ളത് അല്ലെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണല്ലോ എല്ലാവരുടെയും ലക്ഷ്യം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ എന്തുകൊണ്ട് പലതിലും ചെയ്യുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടാക്കാൻ ഉള്ള ഒരു ടൂള് ഓൾറെഡി ഉണ്ട്. അപ്പോൾ ആ ടൂളിനെ ഒന്നുകൂടെ ഷാർപ്പൻ ചെയ്യുക എന്നുള്ളതാണെങ്കിൽ ഓക്കെ, ഫൈൻ, അതായത് നമ്മുടെ സ്ട്രാറ്റജി ഒന്നുകൂടെ റിഫൈൻ ചെയ്തൊക്കെ എടുക്കുകയാണെങ്കിൽ ഓക്കെ. അല്ലാത്ത പക്ഷം ആ ടൂള് കൊണ്ട് ഞാൻ വേറൊരു സ്ഥലത്ത് ഇട്ട് അത് ടെസ്റ്റ് ചെയ്ത് ബാക്ക് ടെസ്റ്റ് ചെയ്ത് അവിടെ ടൈം സ്പെൻഡ് ചെയ്യുന്നതിൽ പ്രത്യേകിച്ച് ലോജിക്കില്ല. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, പല പല സ്ട്രാറ്റജീസ് ചെയ്യുന്ന ആൾക്കാരല്ല ഇപ്പോഴും പ്രോഫിറ്റബിൾ ആകുന്നത്. ഒരേ സ്ട്രാറ്റജിയിൽ കൺസിസ്റ്റന്റ് ആയിട്ട് പോകുന്ന ആൾക്കാരാണ് പ്രോഫിറ്റബിൾ ആയിട്ട് പോകുന്നത്. അതായത് എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ്, വൺ സ്ട്രാറ്റജി വൺ പെയർ, അതാണ് ശരിക്കും കൺസിസ്റ്റൻസിയുടെ കീ എന്ന് പറയുന്നത്. പിന്നെ കുറച്ച് ഡിസിപ്ലിനും വേണം, അത് സ്വാഭാവികമായിട്ടും ഈ രണ്ട് കാര്യം സെറ്റ് ആകുമ്പോൾ നമുക്ക് ഡിസിപ്ലിനോടെ വരും.